എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം. ഇന്നത്തെ ക്ലാസ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ്. കാരണം കമ്പ്യൂട്ടർ അത്യാവശ്യം അറിയാവുന്നവർക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് ഒക്കെ ടൈപ്പ് ചെയ്ത് തരാൻ പറഞ്ഞാലേ പടപടാന്ന് ചെയ്യും. പക്ഷെ മലയാളം ടൈപ്പ് ചെയ്ത് തരാൻ പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ്. ഇനി പ്രത്യേകിച്ച് ചില അക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ഒക്കെ ചെയ്യാൻ പറഞ്ഞാലേ കുറച്ച് പ്രയാസം തന്നെയാണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ അതൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുക മാത്രമല്ല, നിങ്ങൾക്ക് എളുപ്പം തന്നെ കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം കമ്പ്യൂട്ടർ ഒന്നും അറിയാത്തവരെ ജസ്റ്റ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്നും നമ്മളിലൂടെ പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൊരു ക്ലാസ് ആണ്. വലിയ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ മാത്രമാണ് നമ്മൾ അതിൽ പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും ജസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അതായത് നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് മലയാളം പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യാനായിട്ട് പഠിക്കാം. അപ്പൊ മലയാളത്തിലെ ചില അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ മലയാളം എന്ത് കാര്യം ടൈപ്പ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ഒരു സെറ്റിംഗ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം നമ്മുടെ സിസ്റ്റത്തിന്റെ. കാരണം ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആയി നമ്മുടെ ഈ ഒരു ഡെസ്ക്ടോപ്പിൽ തന്നെ, നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിൻഡോസ് 11 ആണ്. അപ്പൊ ഇത് നമ്മൾ കമ്പ്യൂട്ടറിലെ ഓൺ ആക്കി നമ്മൾ ഈ കാണുന്ന ആദ്യത്തെ സ്ക്രീൻ, ഇതിന് പറയുന്ന പേര് ഡെസ്ക്ടോപ്പ് എന്നാണ്, അതായത് ഓപ്പണിംഗ് സ്ക്രീൻ. അപ്പോൾ ഈ ഡെസ്ക്ടോപ്പിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ENG എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ENG എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം കീബോർഡ് ലേഔട്ട്. അതായത് നമ്മളുടെ കീബോർഡിന്റെ ലേഔട്ടിന്റെ ഓപ്ഷൻസ് ഒക്കെ കാണാം. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ മലയാളം, 2 മലയാളം കാണാം. അപ്പൊ ഒന്നാമത്തെ മലയാളം ജസ്റ്റ് മലയാളമാണ്, രണ്ടാമത്തേന്ന് പറഞ്ഞാല് മലയാളം ഫൊണറ്റിക്സ് എന്നുള്ളതാണ്. നമുക്കിവിടെ ആവശ്യം എന്ന് പറഞ്ഞാല് ഈ മലയാളം ഫൊണറ്റിക്സ് അല്ല, അതുപോലെ തന്നെ അതിന്റെ മുകളിൽ കിടക്കുന്ന ജസ്റ്റ് മലയാളം എന്ന് മാത്രമുള്ള ഒരു ഓപ്ഷനാണ്. അതായത് മലയാളം ഫൊണറ്റിക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് മലയാളം വരും. പക്ഷെ നമ്മളിത് ശരിക്കുമുള്ള മലയാളം ടൈപ്പ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ മലയാളം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി, ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല. ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മളുടെ കീബോർഡിന്റെ, നമ്മുടെ ലാപ്ടോപ്പിന്റെ സെറ്റിംഗ്സ് ചേഞ്ച് ആയി, ലാംഗ്വേജ് മലയാളം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണോ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ജസ്റ്റ് വേർഡ് ആണ് എടുക്കുന്നത്, MS വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ്. നമ്മളിപ്പോ ഏത് സോഫ്റ്റ്വെയർ എടുത്താലും നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും. അതായത് ടൈപ്പ് ചെയ്യുന്ന ഏതൊരു സോഫ്റ്റ്വെയർ, ഇപ്പൊ നോട്ട് പാഡ് ആണെങ്കിലും MS വേർഡ് ആണെങ്കിലും എല്ലാം. അങ്ങനെ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കീബോർഡിന്റെ സെറ്റിംഗ്സ് എല്ലാം മാറ്റി അതിനുശേഷം MS വേർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചില അക്ഷരങ്ങളാണ് ടൈപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇന്നാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിന് കീബോർഡിൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. ലാപ്ടോപ്പിന്റെ കീബോർഡ് ആണെങ്കിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ കീബോർഡ് ആണെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്ന കീ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു ലെഫ്റ്റ് സൈഡിലും നമുക്കൊരു ഷിഫ്റ്റ് ഉണ്ട്, റൈറ്റ് സൈഡിലും ഷിഫ്റ്റ് ഉണ്ട്. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, കീബോർഡില് ഷിഫ്റ്റ് എന്ന് പറയുന്ന കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് വിയും കൂടെ ഒരേ സമയത്ത് പ്രസ് ചെയ്യണം. അതായത് ഷിഫ്റ്റ് കീയും ആൽഫബറ്റ് വിയും കൂടെ ഒരേ സമയത്ത് പ്രസ് ചെയ്യണം. നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിംഗ് അവിടെ വർക്ക് ആകത്തില്ല. ആ ടൈമിൽ തന്നെ, അതായത് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് കീയും അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് വിയും പ്രസ് ചെയ്യണം. ഇതിപ്പോ ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തതിന് ശേഷം ആൽഫബറ്റ് വി പ്രസ് ചെയ്തത്. നമ്മള് അല്ലാതെ
നമ്മുടെ ലാപ്ടോപ്പിന്റെ കീബോർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരേ സമയത്ത് ഈ രണ്ട് കീയും പ്രസ് ആയിരിക്കണം. അതായത് ഷിഫ്റ്റ് കീയും ആൽഫബറ്റ് വിയും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇന്നെന്ന് ടൈപ്പ് ചെയ്തത് വന്നിട്ടുണ്ട്. ഈ പ്ലസ് എന്ന് പറയുന്ന കാര്യം ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കീയും ഒരേ സമയത്ത് പ്രസ് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ്. നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കത്തില്ല. ഒരേ സമയത്ത് ഈ രണ്ട് കീയും പ്രസ് ആയിരിക്കണം.